ഹാപ്പി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. സമാഗതമാകുന്ന ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങളും ദൈവാനുഗ്രഹവും ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സ്വർഗത്തോളം വലിയവൻ ഭൂമിയോട് ചെറുതായതിന്റെ ആഘോഷമാണ് തിരുപ്പിറവി. പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സഹോദരവും മാത്രം കണ്ടെത്താൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്തുമസ് ആഗതമായിരിക്കുന്നു. നക്ഷത്രങ്ങൾ കൂടെ കൂട്ടി കുളിരുള്ള ആ രാത്രിയിൽ പിറന്ന ഉണ്ണി യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നമുക്ക് വരവേൽക്കാം. ക്രിസ്തുമസ് എന്നത് ഒരു നക്ഷത്രമാവാനുള്ള വിളിയാണ്. കാരണം ഒരിക്കൽ ഒരു കുട്ടി വളരെ സന്തോഷത്തോടെ തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, നാളെ എന്റെ സ്കൂളിൽ നടക്കുന്ന ക്രിസ്മസ് പരിപാടിയിൽ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്കും ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമായി. കാരണം തങ്ങളുടെ കുട്ടിക്ക് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു അവസരം ലഭിച്ചിരുന്നില്ല. അവർ സന്തോഷപൂർവ്വം നാടകം കാണുവാൻ പോയി. നാടകം ആരംഭിച്ചു. നാടകത്തിലെ ഓരോ കഥാപാത്രവും തങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണി യേശുവിടെ ഇരുവശത്തും മാതാപിതാക്കൾ നിൽക്കുന്നു. അവരുടെ അടുത്തേക്ക് ഒരു നക്ഷത്രം വരുന്നു. ആ നക്ഷത്രത്തെ നോക്കി ആട്ടിടയന്മാരും രാജാക്കന്മാരും വരുന്നു. പക്ഷെ ആ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനെ മാത്രം കണ്ടില്ല. അവർ ആകെ ദുഃഖിതരായി ഭവനത്തിലേക്ക് കടന്നു വന്നു. ശേഷം മകനോട് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളോട് കള്ളം പറഞ്ഞത്? ഞങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് നാടകം കാണുവാൻ വന്നത്. പക്ഷെ നിന്നെ ഞങ്ങൾ എവിടെയും കണ്ടില്ല. അപ്പോൾ ആ മകൻ പറഞ്ഞു, നിങ്ങൾ നാടകത്തിൽ ഒരു നക്ഷത്രം ഉണ്ണിയേശുയുടെ അടുത്തേക്ക് പോകുന്നതും അതിൽ നോക്കി ജ്ഞാനികളും ഇടയന്മാരും വരുന്നതും കണ്ടില്ലേ? ആ നക്ഷത്രം ഞാനായിരുന്നു. ആ നക്ഷത്രത്തെ മുമ്പോട്ട് കൊണ്ടുവന്നത് ഞാനായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഇതുതന്നെയല്ലേ? നമുക്കും ഒരു നക്ഷത്രമായി കൊണ്ട് ഉണ്ണിയേശുവിലേക്ക് അനേകാര്യങ്ങളെ അടുപ്പിക്കാൻ പരിശ്രമിക്കാം. നന്ദി. ജയ ക്രൈസ്റ്റ്.